അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് അല്ല, നാട്ടിൽ പോയ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഒരു കോഫിയൊക്കെ ഇട്ട് ചൂടുവെള്ളം കുടിക്കുന്ന പോലെ കോഫി കുടിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം കോഫിയാണേ. അപ്പോൾ രാവിലെ ഒരു ബ്ലാക്ക് കോഫിയൊക്കെ ഇട്ടിട്ട് എൻ്റെ പ്ലാൻ എന്തെന്ന് വെച്ചാൽ രാവിലെ കോഫിയൊക്കെ പിടിച്ച് മുറ്റത്തൂടെ ഒന്ന് നടക്കാൻ തന്നെ. അങ്ങനെ കോഫി കൈ വെച്ചില്ല, അതിന് മുന്നേ ഇറങ്ങിയപ്പോഴത്തേക്ക് കുട്ടികൾ വണ്ടിയിലിരുന്ന് കളിക്കണുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചെടികൾ കാണാൻ ഇറങ്ങിയതാണേ. എനിക്ക് നാട്ടിൽ വെച്ച് കുറേ ചെടികളുണ്ടായിരുന്നു. കുറേ ചെടികളെന്ന് വെച്ചാൽ ഒരുപാട് ചെടികളുണ്ടായിരുന്നു. പക്ഷെ കുറേയൊക്കെ പോയി. സൗദി വന്നപ്പോഴത്തേക്ക് കുറേ നാട്ടിലെ ചൂടും അറിയാലോ, നാട്ടിലെ ചൂടിൽ കുറേ ചെടികൾ പോയി. എന്നാലും ഉള്ള ചെടികളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. ഈ കുളത്തിൽ നേരത്തെ ഒരു ബ്ലൂ കളറിലെ വാട്ടർ ലില്ലി ആയിരുന്നു. അത് മാറ്റിയിട്ട് പിന്നെ താമരയാക്കിയതാണ്. വൈറ്റ് താമരയാണേ. അത് കഴിഞ്ഞിട്ട് ചുമ്മാ മുറ്റത്തിലൂടെ കുറച്ച് നേരമൊക്കെ നടന്നു. ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ പുലിയൂരമ്പലത്തിലെ കാവടിയാട്ടം കൂടിയാണ്. ജനുവരി 14 കാവടിയാണ്. അപ്പോൾ കാവടിയുടെ സൗണ്ടാണ് കേൾക്കുന്നത്. കാവടി ഇതുവരെ എത്തിയിട്ടില്ല. രാവിലെ കാവടി എത്തുന്നതിന് മുമ്പ് ഞാൻ ഓടിപ്പിടിച്ച് മുറ്റത്തൂടെ നടന്നതാണ് ഇത്. അപ്പോഴത്തേക്ക് കാവടി എത്തി. ആന വരുന്നത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് എൻ്റെ ചെറുതിലെ സ്ഥിരമായിട്ട് ആനയുടെ പുറത്ത് മയിൽപ്പീലിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്നൊരു മയിൽപ്പീലി എനിക്ക് സ്ഥിരം കിട്ടുമായിരുന്നു. കാറ്റാടി കണ്ടപ്പോഴത്തേക്ക് കല്യാണിക്ക് കാറ്റാടി വേണം. അങ്ങനെ കാറ്റാടി ചേട്ടനെയൊക്കെ പിടിച്ച് നിർത്തി കാറ്റാടിയൊക്കെ മേടിച്ചു കൊടുത്ത്. എങ്ങനെ മേടിച്ചു കൊടുക്കാതിരിക്കുക, ഞാനും കുഞ്ഞിലെ ഇതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ കാവടി കഴിഞ്ഞ് ആദ്യം പോയത് അപ്പൂപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൂപ്പൻ്റെ വീടിൻ്റെ അവിടെ വയലുകളുണ്ട്. അപ്പം എൻ്റെ നെക്സ്റ്റ് ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ വയലിലൂടെ നടക്കാം. ഇപ്പം ഞാറ് നട്ട സമയം കൂടിയാണ്. അങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങി. അപ്പൂപ്പൻ്റെ വീട്ടിൽ കുളമുണ്ട്. ഇപ്പോൾ ആ കുളം എല്ലാം കാട് കയറി, സൈഡ് ഫുള്ള് കാട്. കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നതാണ് വെള്ളം. അവിടെ ഫുള്ള് പോച്ചയായിട്ട് നിൽക്കുക. വലിയ ആഴമൊന്നുമില്ല. പക്ഷെ പണ്ട് ഞങ്ങൾ ഇതിനകത്തുനിന്ന് ചൂണ്ടയിട്ട് മീനെ പിടിക്കുമായിരുന്നു. അങ്ങനെ അത് കണ്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴത്തേക്ക് അവിടെ പാവലും പടവലും ഒക്കെ കൃഷി ചെയ്തേക്കുന്നുണ്ട്. അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് കുരുവിക്കൂട് ഞാൻ വർഷങ്ങളായി കണ്ടിട്ട്. പണ്ട് വയലിൽ എപ്പോൾ വന്നാലും നമ്മുടെ ഈ ഓലയില്ലേ, തെങ്ങിൻ്റെ ഓലയില്ലേ, ഫുള്ള് ഈ കുരുവിക്കൂടായിരിക്കും. കുറേയൊക്കെ താഴെ വീണ് കിടപ്പുണ്ടാവും. പണ്ട് അമ്മയുടെ കൂടെ വയലിൽ പോകുന്ന സമയത്തൊക്കെ ഇതെടുത്ത് കളിക്കലായിരുന്നു എൻ്റെ പരിപാടി. അങ്ങനെ അത് കണ്ടു വന്നപ്പോഴത്തേക്ക് കമ്പിളി നാരങ്ങ. അങ്ങനെ കമ്പിളി നാരങ്ങ വിടില്ലല്ലോ, അതും പറിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ പോയത്. കാക്കയുടെയും പൂച്ചയുടെയൊക്കെ പുറകെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം വൈകിട്ടായി. വീണ്ടും കോഫിയൊക്കെ ആയിട്ട് മുകളിൽ പോയി കോഫി കുടിച്ചിരുന്നു. മുകളിൽ ഇങ്ങനെ ബാൽക്കണിയിൽ കോഫി കുടിച്ചിരിക്കാൻ നല്ല രസമാണ്. ഞങ്ങൾക്ക് ഫ്രണ്ടിൽ റോഡായതുകൊണ്ട് വണ്ടി പോകുന്നത് മാത്രമേ കാണാൻ പറ്റൂ. പ്രത്യേകിച്ച് പ്രകൃതി രമണീയമായ കാഴ്ചകളൊന്നും ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റില്ല. അങ്ങനെ പപ്പയും മക്കളും തമ്മിലുള്ള കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആദിക്കുട്ടനെ മുടി വെട്ടാൻ വേണ്ടി മനു കയറി. പാവം ആദിക്കുട്ടന് എന്ത് വിശ്വസിച്ചാണാവോ മനുവിന്റെ മുന്നിൽ മുടി വെട്ടായിരുന്നു കൊടുത്തതെന്ന് മനസ്സിലാകാത്തത്. വൈകിട്ട് വീണ്ടും ഞങ്ങൾ അപ്പൂപ്പൻ്റെ അടുക്കലേക്ക് ഇറങ്ങി. അവിടെ ചെറിയ വഴികളിലൂടെയൊക്കെ നിറയെ വയലുകളുള്ളൊരു കുഞ്ഞു വഴിയുണ്ട്. അവിടെയൊക്കെ പോയി വയലുകളുടെ അവിടെയൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന് വൈകുന്നേരങ്ങളിൽ അവിടെ പിടിക്കാൻ ഭയങ്കര രസമാണ്. നല്ല കാറ്റും ഒക്കെ ഉണ്ടാവും.
പിന്നെ ഇപ്പം ഞാറ് നട്ടതെന്നല്ല, ഏകദേശം കൊയ്ത്താകാറായെന്ന് തോന്നുന്നു. എല്ലാം വിളഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലെ പ്രധാന കൃഷി ഇത് നെൽകൃഷിയാണ്. പിന്നെ തെങ്ങും തോപ്പുകളും വാഴകൃഷിയൊക്കെ ഉണ്ടാവും സൈഡിലൂടെ. എന്നാലും മെയിനായിട്ട് എല്ലാവർക്കും ഉണ്ടാവും വയൽ. അവിടെയുള്ള നെൽകൃഷിയാണ് എല്ലാവരുടെയും മെയിനായിട്ടുള്ള കൃഷി. ഇപ്പോൾ ഉള്ള കാഴ്ചകൾ നമ്മുടെ ബാല്യത്തിൽ കണ്ടതുപോലെ എത്രയും മനോഹരമല്ലെങ്കിലും എല്ലാത്തിനും ഒരു മനോഹാരിത ഉണ്ടല്ലോ. എൻ്റെ ചെറുതിലേക്ക് ഞാറ് നടുന്നതും കൊയ്ത്ത് ചെയ്യുന്നതും എല്ലാം ആളുകളായിരുന്നു. ഇപ്പം കൊയ്ത്ത് മിഷൻ വരും, അങ്ങനെയാണല്ലോ കൊയ്ത്തൊക്കെ. ഞാറ് നടുന്നത് നമ്മുടെ നാട്ടിലുള്ള ബംഗാളികളായിരിക്കും കൂടുതലും ഞാറ് നടുന്നത് കണ്ടിട്ടുള്ളത്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ പാട്ടൊക്കെ പാടി കുറേ ആൻറ്റിമാര് നിന്നായിരിക്കും ഞാറ് നടുന്നതും കൊയ്ത്തും. അതുപോലെ തന്നെ രാത്രിയിൽ കറ്റ മെതിക്കുകയൊക്കെ ചെയ്യും. ഞാൻ കുഞ്ഞിലെ ഇങ്ങനെ അമ്മയുടെ കൂടെ വയലിൽ വരുന്ന സമയത്ത് ആ സാധനമാണ് തക്കാളി എന്ന് പറഞ്ഞിട്ട് കളിക്കാൻ എടുക്കുന്നത്. വയലിൽ പിന്നെ മുട്ടത്തോട് കണ്ട് കുളക്കോഴിയുടെ ആണെന്ന് തോന്നുന്നു. ഇതെല്ലാവരും കണ്ടിട്ട് ഞാൻ കുറച്ചു നേരം വയലിൻ്റെ വരമ്പിലൂടെ നടക്കുകയൊക്കെ ചെയ്ത് കുറച്ചു നേരം കാറ്റ് കൊണ്ടൊക്കെ ഇരുന്നിട്ടാണ് അവിടുന്ന് പോയത്.